നമസ്കാരം, ഞാൻ നിമ്മി ഉല്ലാസ്, യോഗ ഇൻസ്ട്രക്ടർ. ഇന്ന് സ്ത്രീകളിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് PCOD, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. ഇത് നമ്മുടെ ജെനറ്റിക്സ് ആയിട്ടും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഡയറ്റ് കൊണ്ടും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളിലെ വെയിറ്റ് ഗെയിൻ ചെയ്യുക, ഇറഗുലർ പീരീഡ്സ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ്. ഇത് യോഗയിൽ ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്ചർ എന്ന് പറയുന്നത് പാദഹസ്താസന. പാദഹസ്താസന ചെയ്യുന്ന മൂലം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുകയും ഒരു പരിധിവരെ നമ്മുടെ വെയിറ്റ് ഗെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. ഇൻഹേൽ ചെയ്തുകൊണ്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക, നന്നായി സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ ചെയ്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്നു, ഫോർവേഡ് ബെൻഡ്. ഹൈ BP ഉള്ളവർ ഒരിക്കലും ഒരുപാട് ബെൻഡ് ചെയ്യരുത്, 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക. ഇത് റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യാനായിട്ട്, പക്ഷെ റെഗുലറായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് പാദഹസ്താസന ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം മാറ്റിൻ്റെ സെൻറ്ററിൽ നിൽക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക. കാലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈക്വലി വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻഹേൽ ചെയ്തുകൊണ്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക, നന്നായി സ്ട്രെച്ച് ചെയ്യുക. എക്സേൽ ചെയ്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്നു, ഫോർവേഡ് ബെൻഡ്. ഒരു 90 ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്പൈൻ നന്നായി സ്ട്രെയിറ്റ് ചെയ്യുക. വീണ്ടും എക്സേൽ ചെയ്തുകൊണ്ട് താഴേക്ക് ബെൻഡ് ചെയ്യുന്നു. വളരെ കംഫർട്ടബിളായി ബെൻഡ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ ലെവൽ അനുസരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓവറായി സ്ട്രെച്ച് ചെയ്യേണ്ട. ഇനി കൈകൾ രണ്ടും താഴെ തറയിൽ വയ്ക്കാൻ പറ്റാത്തവർ കാലിൻ്റെ ആംഗിൾ പിടിക്കാം, അല്ലെങ്കിൽ നീയിൽ കൈവച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാം. ഹൈ BP ഉള്ളവർ ഒരിക്കലും ഒരുപാട് ബെൻഡ് ചെയ്യരുത്, 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ മുഴുവനായിട്ട് താഴേക്ക് ബെൻഡ് ചെയ്തതിന് ശേഷം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം നമ്മുടെ ഫോർഹെഡ് നീയിലേക്ക് ടച്ച് ചെയ്യാം. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ വന്ന് അതേപോലെ തന്നെ തിരിച്ചു പോകണം. ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. എക്സേൽ ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലൂടെയും കൈകൾ താഴേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് ഒരു റൗണ്ട് കൂടെ ചെയ്യാം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇൻഹേൽ, കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തുന്നു, സ്ട്രെച്ച് ആൻഡ് എക്സേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാം. ഹൈ BP ഉള്ളവർ ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. കംഫർട്ടബിൾ ആയിട്ടുള്ളവർ താഴേക്ക് ബെൻഡ് ചെയ്യുക. ഇത് നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസിന് നല്ലൊരു സ്ട്രെച്ചിങ് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് ഇംപ്രൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാംനെസ് ഫീൽ ചെയ്യും ഈ പൊസിഷൻ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്. ഓക്കെ, കംഫർട്ടബിൾ ആണെങ്കിൽ ഫോർഹെഡ് നീയിലേക്ക് ടച്ച് ചെയ്യുന്നു. ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം. എക്സേൽ, ഹാൻഡ്സ് ഡൗൺ. ഇതാണ് പാദഹസ്താസന. ഇത് റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് വളരെ സ്റ്റിഫാണെങ്കിൽ നമുക്ക് ആ ഫോർവേഡ് ബെൻഡ് മുഴുവനായി ചെയ്യാൻ പറ്റില്ല. പക്ഷേ റെഗുലറായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 5-6 തവണ നമ്മൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള പാദഹസ്താസന എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഈ PCOD പോലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്.
ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.